ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ തമ്മിലേയും കണ്ടു വന്നതായിരിക്കും എന്താണ് NMMS പഠിക്കേണ്ടത്, എത്ര മാർക്കാണ് നേടേണ്ടതെന്ന് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. മക്കളെ, ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാം. നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇപ്പൊ തന്നെ നിങ്ങൾ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മാത്രമല്ല, ലൈക്ക് അടിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ NMS എക്സാമിനേഷൻ നമുക്കറിയാം ഡേറ്റ് അധികം ഇല്ല. നവംബർ 16 നിങ്ങൾക്ക് എക്സാമിനേഷനിലേക്ക് കടക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആകെ ഒരു മാസം കൂടി നമുക്കുള്ളൂ ഈ അഡ്മിഷൻ കാര്യങ്ങൾ കൊടുക്കാനുള്ള സമയം 10 തീയതി ഉള്ളൂ. സോ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ലോഞ്ചിൽ സംസാരിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് NMS എക്സാമിനേഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ഫോക്കസ്ഡ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ NMS എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം, 2 പേപ്പേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. മാറ്റ് ആൻഡ് സാറ്റ് അറിയാലോ, എന്റെ മക്കൾക്ക് അറിയാം. മാറ്റ് ആൻഡ് സാറ്റ് ആണുള്ളത്. അതിൽ മാറ്റിൽ 90 മാർക്കും സാറ്റിൽ 90 മാർക്കും എന്തുണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എന്റെ സബ്ജക്ട് നോക്കുന്ന സമയത്ത് അതിൽ വരുന്നത് 35 മുതൽ 40 മാർക്ക് വരെ സോഷ്യൽ സയൻസ് എന്നാണ്. ഈ 130 എന്നൊരു കട്ട് ഓഫിന് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച കട്ട് ഓഫ് ആയിരുന്നു 130. ബട്ട് ആ കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം മാറി. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടുന്ന മലപ്പുറം ജില്ലയിൽ അത് 136 എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. സോ ഈ പ്രാവശ്യം കട്ട് ഓഫ് കൂടുമോ കുറയുമോ ഒക്കെ ചോദിക്കാറുണ്ട്. ഒബ്വിയസ്ലി കഴിഞ്ഞ പ്രാവശ്യം എക്സാം സിമ്പിൾ ആയിരുന്നു. ഈ പ്രാവശ്യം എക്സാം എന്തായാലും ടഫ് ആക്കില്ല. ഈ എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ എക്സാം ടഫ് ആക്കൊന്നുമില്ല. സോ ഈ പ്രാവശ്യം നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് 145 മക്കളെ. 145 എങ്ങനെ നേടാന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവണമെങ്കിൽ മക്കളെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണും. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് മികച്ച സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. മക്കളെ, 145 കണ്ടുക്കോ. ഈ പ്രാവശ്യം നിങ്ങൾക്ക് NMS കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ടൈറ്റായി എല്ലാവരും കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് വന്നു. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, വയനാട് ജില്ലയിലെ മക്കളാണ് ഈ വീഡിയോ കാണുന്നത്, പത്തനംതിട്ട ജില്ലയിലെ മക്കളാണോ, ഇടുക്കി ജില്ലയിലെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കട്ട് ഓഫിനേക്കാൾ കുറയുന്നുണ്ട്. കാരണം നിങ്ങൾ അവിടെ അത്ര കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിനേക്കാൾ കുറവ് മാർക്ക് വാങ്ങിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ മക്കളാണെങ്കിലോ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ NMMS കിട്ടാറ് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, അലോട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. സോ നിങ്ങൾ 145 മാർക്ക് എങ്ങനെ വാങ്ങുമെന്നായിരിക്കും മക്കളെ. മാറ്റിൽ 90 മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ 70 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, 75 മാർക്ക് നിങ്ങൾ അതിൽ ഉറപ്പിക്കുക. അതാ 15 ക്വസ്റ്റ്യങ്ങൾ തെറ്റിച്ചോ, 15 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ പോലും 75 മാർക്ക് നിങ്ങൾ മാറ്റിൽ വാങ്ങാം. സാർ 75 മാറ്റിൽ കിട്ടുമോ, എങ്ങനെയെന്നല്ലേ പറഞ്ഞു തരാം. അത് വാങ്ങാം. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നിട്ടും, ഫിസിക്സിന്റെ കെമിസ്ട്രിന്റെ അതേപോലെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നിട്ടും, ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾ 70 മാർക്ക് വാങ്ങിയാൽ മതി. അഥവാ ഇപ്പം നമ്മളെ മാത്സിൽ 20 മാർക്ക് ഉണ്ട്, അതിൽ പകുതി തെറ്റിയാലും വിഷയമല്ല. ഇതിൽ 35 മാർക്ക് ഉണ്ട്, അതിലും കുറച്ച് മാർക്ക് പോയാലും പ്രശ്നമല്ല. ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ 145 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാറും. ഒരു മാസമേ ഉള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ സാറേ, ഞാൻ ഏറ്റവും കൂടുതൽ മാറ്റിനാണോ സാറ്റിനാണോ പഠിക്കേണ്ടത്? ഞാൻ പറഞ്ഞ മക്കളെ ഒന്ന് അറിയണേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് മാറ്റ് ആണ് അല്ലെങ്കിൽ സാറ്റ് ആണ്, ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ മക്കളെല്ലാവരും. സോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മാറ്റാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. മാറ്റ് നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റും. സോ സാറേ, ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നോക്കട്ടെ. മക്കളെ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ടോട്ടലായിട്ട് നിങ്ങൾക്ക് 35 മാർക്കാണ് വരുന്നത്. ഫിസിക്സിൽ ഒരു 10-12 മാർക്ക്, കെമിസ്ട്രിന് 10-12 മാർക്ക്, ബയോളജിന്ന് 10-12 മാർക്ക്, ടോട്ടൽ 35 മാർക്കാണ് വരാനുള്ളത്. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, മാറ്റ് നന്നായിട്ട് പഠിച്ചാൽ 90 മാർക്ക് കിട്ടും. സോ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കുന്നത് മാറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ വരുന്നതാണ് സോഷ്യൽ സയൻസ്. മാറ്റിന്റെ കൂടെ തന്നെ മാത്സും പഠിക്കണം. മാത്സും മാറ്റും ഒരുമിച്ചാണ് വരാറുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ മക്കൾ ഫോക്കസ്ഡ് ചെയ്യുക. അപ്പം 75 മാർക്ക് നിങ്ങൾ മാറ്റിൽ വാങ്ങി തന്നാൽ ബാക്കി സാറ്റിൽ മാർക്ക് വാങ്ങി തരുന്നത് ഞങ്ങൾ ഉറപ്പിച്ചു തരും. മാറ്റും ഞങ്ങൾ സെറ്റാക്കി തരും കേട്ടോ. സോ മാത്രമല്ല, ഇനി എന്ത് സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസിലേക്ക് കിടക്കുകയാണ്. സോഷ്യൽ സയൻസിലേക്ക് നിങ്ങൾക്ക് അറിയാം,
ഇത്ര സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, സോഷ്യോളജി, GK, എക്കണോമിക്സ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മക്കൾ പഠിക്കുന്നത് ഈ രണ്ടെണ്ണമാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ പൊളിറ്റിക്കൽ സയൻസും ജിയോഗ്രഫിയും. എൻ്റെ മക്കൾ കൃത്യമായിട്ട് നോക്കുക. കാരണം ഇതിന്ന് മാത്രം പൊളിറ്റിക്കൽ സയൻസിന് മാത്രം 15-18 മാർക്കോളം ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിന്ന് 11 മാർക്കുണ്ട്, ജിയോഗ്രഫിയിൽ 11 മാർക്കുണ്ട്. അഥവാ 30-45 മാർക്കിൽ ഒരു 25 മുതൽ 30 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ 3 സബ്ജക്റ്റുകളാണ്. അത് നന്നായിട്ട് മാറ്റണം മക്കൾ. ഞാൻ വാങ്ങിത്തരും, നിങ്ങൾ എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് കണ്ടാൽ മതി. അപ്പൊ സാറ് ഇതൊക്കെ പാട് ഞങ്ങൾ എങ്ങനെ പഠിക്കും? ഒരു മാസമേ ഉള്ളൂ, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവാണ് ബ്രഹ്മോസ് ബാച്ച്. തുടങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞു. 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞ് പോൾ അറ്റാക്കുകൾ വരെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായി നൽകുന്ന ബാച്ചാണ് നമ്മളെ ബ്രഹ്മോസ് ബാച്ച്. ഫീസ് എത്രയാണെന്നല്ലേ പറഞ്ഞു കേട്ടോ. ഫീസ് എത്ര ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. മാത്രമല്ല അതിന് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇന്ന് 6 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, എന്നും രാവിലെ ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ക്ലാസ്സിൽ നോട്ടുകൾ നിങ്ങൾക്ക് തരും, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരും, റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് നിങ്ങൾ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് പോൾ അറ്റാക്ക് സെക്ഷന്. നിങ്ങൾ കോഡീഷൻ ഗെയിം കളിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓരോ കിസ് കോമ്പിനേഷൻ ഗെയിമുകളൊക്കെ ഉണ്ടോ? അത് കളിച്ച മക്കളാണെങ്കിൽ ആ ഗെയിം പോലെ കേരളത്തിലെ എല്ലാ മക്കളും വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് പോൾ അറ്റാക്ക് സെക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് മക്കളാണ് മത്സരിക്കും. അതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വൃത്തിയിൽ കൃത്യമായിട്ട് ആൻസർ പറയുന്ന കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് 180 മാർക്ക് 180 മിനിറ്റാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റാണ് ഉണ്ടാവുക. മാത്സിനൊക്കെ 1 മിനിറ്റ് മതിയോ? പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ട്രിക്കിലൂടെയും ടിപ്സിലൂടെയും മാറ്റണം. അത് നിങ്ങൾ കൃത്യമായിട്ട് മാറ്റിത്തരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് എക്സാം ആണെങ്കിലും, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിലും അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് പ്രീവിയസ് ഇയർ ഡിസ്കഷൻസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അത് കൃത്യമായിട്ട് നടത്തും. മോഡൽ എക്സാം നടത്തും. അപ്പോൾ ഫീസ് എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീറോ ഫീസാണ്. നിങ്ങൾക്ക് ഒരു പൈസയും വേണ്ട. നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഇവിടെ നമ്പർ കാണാം, അതില്ലെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അതിലൂടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്ത് വരിക. മക്കൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വൃത്തിയിൽ മാറ്റും സാറ്റും അതിന് PYQ ക്വസ്റ്റ്യൻസും പോൾ അറ്റാക്കും എല്ലാം നമ്മൾ സെറ്റാക്കി തരും. ഒരു പ്രത്യേക പാറ്റേണിൽ തന്നെയാണ് നമ്മൾ പോകാൻ വേണ്ടിയത്. ഇതെല്ലാം എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. സോ 90 മാർക്കിൽ 75, മറ്റേതിൽ 75 വാങ്ങിയിട്ട് നമുക്ക് 145 മാർക്ക് 150ഓളം മാർക്ക് നമ്മൾ നേടിയെടുക്കണം. അത് നേടി നമുക്ക് കൂളാണ്. നിങ്ങൾക്ക് 48,000 രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല, ഈ NMS മാത്രമാണ് സ്കോളർഷിപ്പ് ഉള്ളത് അല്ല, പല സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഉണ്ട്. ഏതൊക്കെയാണല്ലേ, അതൊക്കെ നമ്മൾ ലൈവ് ഡിസ്കഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന് ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ മക്കളെ, ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എല്ലാ മക്കളും എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യുക. സൈലം ഉള്ളപ്പോൾ എന്തിനാ മക്കളെ നിങ്ങൾ പേടിക്കുന്നത്? നമ്മൾ നിങ്ങളെ കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് മാറണം. സോ എനിക്ക് പറയാനുള്ളത്, മക്കളെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ റെഡി ആണെങ്കിൽ ഐ ആം റെഡി സർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. മക്കളെ, നമുക്ക് ഉഷാറാക്കി പഠിക്കണം. സോ നമുക്ക് ഒരുമിച്ച് ബ്രഹ്മോസിൽ കാണാം.